I just love the fact that I can do simple shit like this and trigger straight men. I love the fact that I have the power to change the chemical reaction of a straight man's brain by doing simple shit like this or by simply existing. How powerful is that? Okay. So since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. No comments, but the only thing that should be leaving this country at this point of time is your rotted brain and your Islamophobia, probably because my name is Riyaz Salim and I said no innocent life should be taken. ഇതുപോലത്തുള്ളൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേന് റിയാസ് ആലോചിക്കണമായിരുന്നു ഇവന് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. പാകിസ്ഥാനിനെ സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ചെയ്തത് ഭയങ്കരമായിട്ടുള്ള തെറ്റാണ് എന്ന് പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് പാകിസ്ഥാൻ വിട്ട സമയത്ത് ആ ഒരു ഫേക്ക് ന്യൂസ് എടുത്തു വെച്ചിട്ട് ഇതേ കണക്ക് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നതാണോ പീസ് എന്ന് ചോദിച്ച് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു. ഇന്ത്യയെപ്പറ്റി കുറ്റം പറയുന്ന രീതിയാണ്. ആ പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ ഭയങ്കര മരം കളിക്കാൻ പോകുക, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ അത് ഫേക്കായിട്ടുള്ള ന്യൂസാണ്. ആ ന്യൂസ് എടുത്ത് വെച്ച് തൻ്റെ സ്റ്റോറിയിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആലോചിച്ചില്ല പ്രശ്നം വരുമെന്ന്. അവസാനം ഈ ഒരു ന്യൂസ് ഫേക്കാന്ന് അറിഞ്ഞത് ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. പക്ഷേ സോറിയോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല. പക്ഷേ നമ്മുടെ ജനങ്ങൾ അവനെ വെറുതെ വിട്ടില്ല. ഫുൾ കമൻറ്റ് ബോക്സിൽ മൊത്തം അവനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അവസാനം ഒരു സ്റ്റോറി ഇടുന്നു, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് പിന്നെ രംഗത്ത് വന്നു. ഭയങ്കര ക്ഷമാപണം പോലെയൊന്നും പറഞ്ഞില്ലെങ്കിലും ഭയങ്കര തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ടാർഗറ്റ് ചെയ്യുക എന്നുള്ള വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിലാണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മൊത്തം ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ അറിയാത്ത കണക്ക് ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട് പറയുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് പ്രകോപിപ്പിക്കാൻ പറ്റും, അതാണ് എൻ്റെ കഴിവ്. അതുപോലെ തന്നെ കുറേയധികം ഞാൻ പാകിസ്ഥാനീസിൻ്റെ കാര്യം പറഞ്ഞത് ഉടനെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ നെഗറ്റീവായിട്ട് ആൾക്കാർ പറയാൻ തുടങ്ങി. കാരണം എൻ്റെ പേര് റിയാസ് സലീം എന്നായതുകൊണ്ടാണോ, ഇങ്ങനെയുള്ള ചിന്താഗതിയാണോ നിങ്ങൾക്കെന്ന് പറഞ്ഞൊക്കെ വീഡിയോ ഇട്ടതാണ് ഈ ഒരു പുള്ളിക്കാരൻ. അതിനുശേഷം ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇവനെതിരെ കേസ് കൊടുത്ത് ഈ ഒരു സ്റ്റോറിയൊക്കെ കാണിച്ച് ഇപ്പോൾ പണി പറ്റിയിരിക്കുകയാണ്. അതിനുശേഷമാണ് അവൻ ആ ഒരു സ്റ്റോറി പോലെ ഇട്ടേക്കുന്നത്. ഞാൻ പറയുന്നത് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്, ആൾക്കാർ ഭയങ്കരമായിട്ട് എന്നെ തെറ്റിദ്ധരിക്കുകയാണെന്നൊക്കെ പറഞ്ഞൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ പിന്നെ ഇന്ത്യക്ക് നടത്തിയ അറ്റാക്കിൽ ഒരു സ്റ്റോറി ഇട്ടു, ഇങ്ങനെയൊക്കെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന കണക്ക് എല്ലാവരും ഇനി എന്നെ കുറ്റം പറയരുത്, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത കണക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഇത്രയും വിവരം ഇല്ലേ എന്നുള്ളൊരു കാര്യമാണ് റിയാസിന്. ഇതുപോലത്തുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അവൻ സ്റ്റോറി ഇടുന്നതിൻ്റെ സമയത്ത് ഒന്ന് ചിന്തിച്ച് നോക്കണമായിരുന്നു. നമ്മൾ നടത്തിയ അറ്റാക്കിൽ കുറേയധികം പാകിസ്ഥാനി നിരപരാധികൾ മരിച്ചുപോയി എന്ന് പറഞ്ഞായിരുന്നു സ്റ്റോറി ഇട്ടത്. അവൻ ചെക്ക് ചെയ്തില്ല, ചുമ്മാ എവിടെയോ കണ്ട ആരോ ഇട്ടത് അതേ കണക്ക് എടുത്ത് പകർത്തി അവൻ്റെ സ്റ്റോറിയിൽ ഇട്ടിട്ട് എന്നിട്ട് ഭയങ്കര നന്മ വരം കളിക്കാൻ വേണ്ടി ഇതാണോ ജസ്റ്റിസ്, ഇതാണോ പീസ് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവൻ ആലോചിച്ചില്ല കേസ് വരുമെന്നുള്ളൊരു കാര്യം. എത്രയോ ചാനലുകൾ പൂട്ടി, എത്ര പേർക്കെതിരെ കേസ് വരെ വന്നു. ഇപ്പോൾ റിയാസ് സലീമിനെതിരെ ആ ഒരു സ്ത്രീ കൊടുത്ത കേസിൽ ഞാൻ പറയുന്നത് നല്ല എന്നേ പറയത്തുള്ളൂ. അതിലൊരു തെറ്റും പറയുമെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള രീതിയാണ് ചെയ്തത്. എന്തായാലും റിയാസ് സലീമിന് വലിയ പണിയാണ് കിട്ടിയേക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇനി വരിക മാത്രമേ നമുക്കിനി മുമ്പോട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തോന്നുള്ളത് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് മറക്കാതെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, ബൈ.